ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിഫ്റ്റി 25,593 ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും പിന്നീട് നല്ലൊരു മൂവ് ഉണ്ടായിരുന്നു. 25,679 വരെയൊക്കെ നിഫ്റ്റി പോയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ശക്തമായ ഒരു സെല്ലിംഗ് ആണ്. ഒടുവിൽ 25,500 എന്നുള്ള അതിന്റെ ആ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് 25,491 വരെ നിഫ്റ്റി എത്തിയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും മാർക്കറ്റ് കൂടുതൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി 50-ൽ 0.34 എന്നുള്ള ആ ഒരു ഇടിവാണ് കാണുന്നതെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പിലും നിഫ്റ്റി സ്മോൾ ക്യാപ്പിലും നിഫ്റ്റി മൈക്രോ ക്യാപ്പിലും ഒക്കെ വമ്പിച്ച ഇടിവാണ് നമ്മൾ കാണുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സ് ഓൾമോസ്റ്റ് 1% ഡൗൺ ആണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഇൻഡെക്സ് 1.5% ഡൗൺ ആണ്. അതുപോലെ നിഫ്റ്റി മൈക്രോ ക്യാപ്പ് 1.7% ഡൗൺ ആണ്. ഇന്ന് NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അവസ്ഥ. 795 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 2304 സ്റ്റോക്കുകൾ ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതായത് ഒരു സ്റ്റോക്ക് കയറുമ്പോൾ 2 സ്റ്റോക്ക് ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹയസ്റ്റ് കോൾ ഇൻട്രസ്റ്റ് 26,000 എന്നുള്ള ഹയസ്റ്റ് ലെവലാണെങ്കിലും പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 25,200 എന്ന ലെവലിലേക്കാണ് താഴ്ന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും പുട്ട് സൈഡിലും കോൾ സൈഡിലും ഒരു ഡിമാൻഡ് സോണായിട്ട് നിൽക്കുന്നത് 25,600 25,700 എന്നൊക്കെ ലെവലിൽ തന്നെയാണ്. എങ്കിൽ പോലും മാർക്കറ്റ് ഷോർട്ട് ടേമിൽ ഒരു ബിയറിഷ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പൊ 25,500 ലെവൽ ബ്രേക്ക് ആണെങ്കിൽ 25,400 എന്ന ലെവലാണ് അടുത്തൊരു മേജർ സപ്പോർട്ട്. ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോവുക. എന്നാൽ അവിടെ നിന്ന് മാർക്കറ്റ് ഒരു തിരിച്ചുകയറ്റം ഉണ്ടാവുകയാണെങ്കിൽ 25,700 അതുപോലെ 25,800 ലെവലുകളൊക്കെ വരെ പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് കഴിഞ്ഞ മാസം ഒരു ഗ്രീഡ് സോണിൽ മാത്രം നിന്നിരുന്ന ആ ഒരു ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മെല്ലെ മെല്ലെ ഫിയർ സോണിലേക്ക് നീങ്ങുന്നതായിട്ടാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് ഒന്നാമതായിട്ട് കാണുന്നത് FIAസിന്റെ ശക്തമായ സെല്ലിംഗ് ആണ്. ഒക്ടോബർ മാസം ഓവറോൾ നെറ്റ് സെല്ലിംഗ് FIAയുടേത് 2,346 കോടി മാത്രമാണ്. വളരെ നേരിയ ഒരു പെർസെൻറ്റേജ് ആണ്. മാസങ്ങൾക്ക് ശേഷമാണ് ഇത്ര ഒരു നേരിയ സെല്ലിംഗ് നമുക്ക് FIAസിന്റെ സൈഡിൽ കാണുന്നത്. എന്നാൽ നവംബർ പിറന്നതിന് ശേഷം നമ്മൾ കാണുന്നത് ആകെ 2 ട്രേഡിംഗ് സെഷനിൽ 2,950 കോടിയുടെ സെല്ലിംഗ് ആണ്. അപ്പോൾ ഒക്ടോബർ മാസത്തിലുള്ള മൊത്തം സെല്ലിങ്ങിനെ വെറും 2 ട്രേഡിംഗ് സെഷനിലാണ് ഇവർ മറികടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ FIA സെല്ലിംഗ് ഇനിയും കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോയും IT-യും ഒരു നേരിയ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി എന്ന് ചോദിച്ചാൽ മേജർ സെക്ടറുകളെല്ലാം റെഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അവിടെ കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഡെക്സ്, അതുപോലെ റിയാലിറ്റി, മെറ്റൽ, അതുപോലെ മീഡിയ പോലെയുള്ള സെക്ടറുകളിൽ ശക്തമായ സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ആ റാലിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായി നടക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇവന്റ് പല സ്റ്റോക്കുകളിലും ഒരു മൾട്ടിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കിയതായിട്ട് കാണാം. ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനറും ടോപ്പ് ലൂസറും ഒരൊറ്റ കാരണം കൊണ്ടാണ് ഗെയിനറും ലൂസറുമായതെന്ന് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് ഏറ്റവും വലിയ ഫോൾ ഉണ്ടായത് ഗ്രാസിം ഇൻഡസ്ട്രീസിലാണ്. നമുക്കറിയാം ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പെയിന്റ് കമ്പനിയാണ് ബിർള ഓപ്പസ്. അതിന്റെ CEO രക്ഷിത് ഹാർഗവേ അദ്ദേഹം CEO സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ വെറും 18 മാസമാണ് ഈ ഒരു പോസ്റ്റിൽ അദ്ദേഹം ഇരുന്നത്. നമുക്കറിയാം ബിർള ഓപ്പസ് ലോഞ്ച് ചെയ്തിട്ട് 18 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ഒരു ഷോർട്ട് ടേം കാലയളവിൽ ഒരു CEO കമ്പനിയിൽ നിന്ന് രാജിവെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ശക്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആ സ്റ്റോക്കിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു 6% ഒരു ഇടിവാണ് നമുക്ക് ബിർള ഇൻഡസ്ട്രീസിൽ കാണാൻ പറ്റുക. അതുപോലെ ഈ ബിർള ഓപ്പസ് എന്ന് പറയുന്ന ഈ ഒരു പെയിന്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത് കാരണം വലിയ വെല്ലുവിളി നേരിട്ട മറ്റൊരു സ്റ്റോക്കായിരുന്നു ഏഷ്യൻ പെയിന്റ്സ്. അപ്പോൾ ഈ CEOയുടെ രാജി ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വീക്ക്നെസിന്റെ ഭാഗമായിട്ടെന്ന് മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സ് കണക്കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഏഷ്യൻ പെയിന്റ്സിലും നല്ലൊരു മൂവ് ഉണ്ടായതായിട്ട് കാണാം. എന്നാൽ ഏഷ്യൻ പെയിന്റ്സിൽ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് കൂടി ഉണ്ടായിരുന്നു. അത് MSCI ഗ്ലോബൽ ഇൻഡെക്സിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ വെയിറ്റേജ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ 2 കാരണങ്ങളും ചേർന്നുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഒരു മൂവ് ഉണ്ടായി. അങ്ങനെ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനർ ആയിട്ട് ഇന്ന് ഏഷ്യൻ പെയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. 4.6% അത് അപ്സൈഡ് ആയിരുന്നു. മറ്റൊരു സ്റ്റോക്ക് CEO രാജിവെച്ചത് കൊണ്ട് ഗുണമുണ്ടായത് ഈ രാജിവെച്ച രക്ഷിത് ഹാർഗേവ് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുള്ളത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ ആ ബ്രിട്ടാനിയ സ്റ്റോക്കിൽ ഇന്ന് 2% അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് കാണാം. അതേപോലെ തന്നെ ഈ ബിർള ഓപ്പസിന്റെ വീക്ക്നെസ് കാരണം ബർജർ പെയിന്റ്സും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇവന്റ് പല സ്റ്റോക്കുകളിലും മൾട്ടിപ്പിൾ എഫക്റ്റുകൾ ഉണ്ടാക്കിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി മറ്റൊരു സ്റ്റോക്കിലേക്ക് വന്നാൽ ഇന്ന് നിഫ്റ്റി 500 ഏറ്റവും അധികം റാലി നടന്ന 15% റാലി നടന്ന സ്റ്റോക്കാണ് റെഡിങ്ടൺ.
റെഡിങ്ടന്റെ റിസൾട്ട് വന്നിരുന്നു. ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 16% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 32% വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ക്വാർട്ടറിലും 12% ജമ്പും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 50% ജമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിയറിഷ് സെഗ്മെന്റിൽ 200 മൂവിംഗ് ആവറേജിന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന റെഡിങ്ടൺ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തതായിട്ട് കാണാം. അത് 200 മൂവിംഗ് ആവറേജിന് മറികടന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു ടാർഗറ്റ് കാണുന്നത് 301, 304 എന്നുള്ള ഒരു ലെവലാണ്. ആ ഒരു ലെവൽ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ്. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 335 ലെവൽ വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വീണ്ടും ഇത് തിരിച്ച് 200 മൂവിങ് അവർ താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അനിവാര്യമാണ്. കാരണം ഇത് ട്രേഡേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം വളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഇത് നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഓക്ല ഇന്ത്യ എന്ന് പറയുന്ന IPO ലിസ്റ്റിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത് ലിസ്റ്റ് ചെയ്തത് 750 എന്നുള്ള ഒരു പ്രൈസിലായിരുന്നു. അതായത് അതിൻ്റെ IPO പ്രൈസ് ആയിട്ടുള്ള 730-നേക്കാൾ 2.75% ഒരു ലിസ്റ്റിംഗ് ഗെയിനോട് കൂടിയാണ് ലിസ്റ്റിംഗ് നടന്നത്. പക്ഷെ അതിനുശേഷം ശക്തമായ സെല്ലിംഗ് ആണ് സ്റ്റോക്കിൽ ഉണ്ടായത്. മാർക്കറ്റ് കണ്ടീഷനും അതൊരു കാരണമായിട്ടുണ്ടാവാം. ഇപ്പോൾ 213 എന്ന ലെവലിലാണ് IPO പ്രൈസിന് താഴെയാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ ലെൻസ്കാർട്ടിൻ്റെ GMPയും വലിയ തോതിൽ ക്രാഷ് ആയതായിട്ട് കാണാം. ഇപ്പോൾ 6.72% എന്നുള്ള ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ് ലെൻസ്കാർട്ടിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 10-ാം തീയതിയാണ് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൻ്റെ ലിസ്റ്റിംഗ് ഗെയിമിനും ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗ്രോയിലും നേരിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. 14% ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 11% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഈ മാർക്കറ്റ് കണ്ടീഷൻ തീർച്ചയായിട്ടും IPOകളെ ശക്തമായി ബാധിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇന്നലെ നടന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് MSCI ഇൻഡെക്സ് റീബാലൻസിങ്. നമുക്കറിയാം MSCI ഇൻഡെക്സ് എന്ന് പറയുന്നത് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ലോകത്തിലെ ഗ്ലോബൽ ഈക്വിറ്റി മാർക്കറ്റിൽ ഏറ്റവും വൈഡ്ലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് MSCI ഇൻഡെക്സ്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് MSCI ഇൻഡെക്സ്. ഇപ്പോൾ പല ഇൻഡെക്സ് ഫണ്ടുകളും പാസീവ് ഇൻഡെക്സ് ഫണ്ടുകളും ഈ ഒരു MSCI ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡെക്സിൽ വരുന്ന മാറ്റങ്ങൾ ആ മാറ്റപ്പെടുന്ന സ്റ്റോക്കുകളിൽ ശക്തമായിട്ടുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇൻഡെക്സിനെ വാച്ച് ചെയ്യുന്ന ധാരാളം ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും 4 പ്രാവശ്യമാണ് ഇവർ റീജിഗ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ റീബാലൻസ് ചെയ്യാറുള്ളത്. അത് ഫെബ്രുവരി, മെയ്, ഓഗസ്റ്റ്, നവംബറാണ്. അപ്പോൾ ഈ നവംബർ 5-ാം തീയതിയാണ് സാധാരണ അത് റീബാലൻസിങ് അനൗൺസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വന്ന റീബാലൻസിങ്ങിൽ 4 പുതിയ സ്റ്റോക്കുകൾ ഈ MSCI ഇൻഡെക്സിൽ ആഡ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. അതിലൊന്ന് ഫോർട്ടിസ് ഹെൽത്ത് കെയർ, മറ്റൊന്ന് പേടിഎമ്മിൻ്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള 197 കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ GE Vernova TND ഇന്ത്യ, അതുപോലെ സീമെൻസ് എനർജി. ഈ 4 സ്റ്റോക്കുകളാണ് പുതുതായിട്ട് ഈ ഒരു ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ 2 സ്റ്റോക്കുകൾ ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ നിന്നും ഇവർ ഒഴിവാക്കുകയാണ്. ആ 2 സ്റ്റോക്കുകളിൽ ഒന്ന് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മറ്റൊന്ന് ടാറ്റ എൽഎക്സിയുമാണ്. ഇപ്പോൾ നവംബർ 5-നാണ് ഈ റീബാലൻസിങ് നടക്കുന്നതെങ്കിലും ഇപ്പോൾ നവംബർ 24-ലായിരിക്കും ഈ ഒരു ഇൻഡെക്സ് റീബാലൻസിങ് ആക്റ്റീവ് ആവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഫോറിൻ ഇൻഫ്ലോ ഈ സ്റ്റോക്കുകളിൽ വർദ്ധിക്കുകയും അതുപോലെ ഈ ഇൻഡെക്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സ്റ്റോക്കുകളിൽ ഫോറിൻ ഔട്ട്ഫ്ലോ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നവോമയുടെ ഒരു റിസർച്ച് പ്രകാരം ഫോർട്ടിസ് ഹെൽത്ത് കെയറിൽ ഏകദേശം $436 മില്യൺ ഒരു ഇൻഫ്ലോ ഉണ്ടാവുക. പേടിഎമ്മിൽ ഏകദേശം $424 മില്യൺ ഒരു ഇൻഫ്ലോയും ഉണ്ടാകും. അതേപോലെ GE Vernova $351 മില്യൺ, അതുപോലെ സീമെൻസ് എനർജിയിൽ $252 മില്യൺ ഇൻഫ്ലോ ഉണ്ടാവും. അതുപോലെ പുറത്തു പോകുന്ന സ്റ്റോക്കുകളായിട്ടുള്ള ടാറ്റ എൽഎക്സിയിൽ നിന്ന് ഏകദേശം $162 മില്യൺ ഔട്ട്ഫ്ലോയും കണ്ടെയ്നർ കോർപ്പറേഷനിൽ നിന്ന് ഏകദേശം $146 മില്യൺ ഔട്ട്ഫ്ലോയും ഉണ്ടാവും. ഇതുകൂടാതെ MSCI ഇൻഡെക്സിൽ നിലവിലുള്ള ചില സ്റ്റോക്കുകളുടെ വെയിറ്റേജ് അവർ കൂട്ടിയതായിട്ട് കാണാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാണുന്ന സ്റ്റോക്കുകളിൽ ഒന്ന് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. നമുക്കറിയാം ഇന്ന് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ റാലിക്ക് ഇതൊരു കാരണമായിരുന്നു. അതുകൂടാതെ ആൽക്കം ലബോറട്ടറീസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, ലൂപ്പിൻ, SRF, സിസ്ലോൺ എനർജി ആൻഡ് യെസ് ബാങ്ക്, ഈ ഷെയറുകളിലൊക്കെയാണ് വെയിറ്റേജ് ഇൻക്രീസ് ചെയ്ത സ്റ്റോക്കുകൾ. എന്നാൽ വെയിറ്റേജ് കുറച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ കാണുന്നത് ഭാരത് ഫോർജ്, കോൾഗേറ്റ് പാംലീവ്, ഡോക്ടർ ഡി ലബോറട്ടറീസ്, REC, സംവർദ്ധന മദേഴ്സൺ, സൈഡസ് ലൈഫ് സയൻസ് പോലെയുള്ള സ്റ്റോക്കുകളിലാണ് വെയിറ്റേജ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിൽ നേരിയ തോതിലുള്ള ഒരു
ഫോറിൻ ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു റീബാലൻസിങ്ങോടുകൂടി MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ മൊത്തത്തിലുള്ള ഇന്ത്യയുടെ വെയിറ്റേജ് 15.6% ഉയർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പേ അത് 15.5% നേരിയൊരു വെയിറ്റേജ് ഇൻക്രീസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ 161 സ്റ്റോക്കുകളായിരുന്നു മുൻപേ MSCI ഇൻഡെക്സിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 163 2 സ്റ്റോക്കുകൾ വർദ്ധിച്ചതായിട്ട് കാണാം. കാരണം ഇന്ന് ടാറ്റ എലക്സിയും അതേപോലെ കണ്ടെയ്നർ കോർപ്പറേഷൻ പോയപ്പോൾ 4 സ്റ്റോക്കുകളാണ് പുതുതായിട്ട് കടന്നു വന്നത്. അതുകൊണ്ടാണ് ഈ 2 സ്റ്റോക്കുകളുടെ വർധനകൾ കാണുന്നത്. ഇതുകൂടാതെ MSCIയുടെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഉണ്ട്. അവിടെയും ഒരു റീബാലൻസിങ് നടന്നിട്ടുണ്ട്. അത് വലിയ തോതിൽ മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യുകയില്ലെങ്കിലും അവിടെ നമുക്ക് മേജറായിട്ട് ചില സ്റ്റോക്കുകളിൽ ഈ ചേഞ്ചസ് വന്നതായിട്ട് കാണാം. അവിടെ 6 സ്റ്റോക്കുകൾ പുതുതായിട്ട് ആഡ് ചെയ്തപ്പോൾ 30 സ്റ്റോക്കുകൾ ഈ സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകൾ നമ്മൾ കാണുന്നത് ACC, ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ, ലീല പാലസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, ടാറ്റ എലക്സി പോലെയുള്ള ഷെയറുകളാണ് MSCI സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഈ നവംബർ റിവ്യൂവിൽ ആഡ് ചെയ്യപ്പെട്ടുള്ളത്. എന്നാൽ അവിടെ നിന്ന് ഡിലീറ്റ് ആക്കപ്പെട്ട സ്റ്റോക്കുകളിൽ ആൽക്കം ഡ്രഗ്സ്, അതുപോലെ ബാലാജി അമൈൻസ്, ബൊണ്ടാഡ എഞ്ചിനീയറിംഗ്, സയൻസ് DLM, ഗോ ഫാഷൻ ഇന്ത്യ, കൊസ്കോർ, റൈമണ്ട്, സ്പേസ് ജെറ്റ്, വൈഭവ് ഗ്ലോബൽ പോലെയുള്ള സ്റ്റോക്കുകളാണ് ഈ 30 സ്റ്റോക്കുകളിൽ പുറത്തായ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.